നമസ്കാരം. ഈ ആഴ്ച നിങ്ങളുടെ നക്ഷത്രഫലം എന്താണെന്ന് നോക്കാം. ശ്രദ്ധയോടെ കേൾക്കൂ. ചിലപ്പോൾ ഒരൊറ്റ വരിയായിരിക്കും നിങ്ങളുടെ ഈ ആഴ്ചത്തെ മുഴുവൻ നയിക്കുന്നത്. ഈ ആഴ്ചത്തെ നക്ഷത്രഫലം: അശ്വതി, പുതിയ തുടക്കങ്ങൾക്ക് അനുകൂലം, എടുത്തുചാട്ടം ഒഴിവാക്കുക. ഭരണി, മാനസിക വ്യക്തത കൈവരും, പഴയ ഭാരങ്ങൾ ഉപേക്ഷിക്കുക. കാർത്തിക, ചിട്ടയായ ജീവിതം ബഹുമാനം കൊണ്ടുവരും, ആരോഗ്യം ശ്രദ്ധിക്കുക. രോഹിണി, സാമ്പത്തിക സ്ഥിരത മെച്ചപ്പെടും, പ്രണയത്തിൽ ക്ഷമ പാലിക്കുക. മകയിരം, പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം അവസരങ്ങൾ നൽകും, ഏകാഗ്രത പുലർത്തുക. തിരുവാതിര, പെട്ടെന്നുള്ള മാറ്റങ്ങൾ ആശ്വാസം നൽകും, മനസ്സ് ശാന്തമാക്കുക. പുണർഥം, നല്ല വാർത്തകൾ കേൾക്കും, മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വീണ്ടും തുടങ്ങാം. പൂയം, കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും, തൊഴിൽ രംഗത്ത് മികച്ച വളർച്ച. ആയില്യം, അവബോധം ശക്തമാകും, സംസാരം നിയന്ത്രിക്കുക. മകം, നേതൃത്വസ്ഥാനങ്ങൾ തേടിയെത്തും, എളിമ കാത്തുസൂക്ഷിക്കുക. പൂരം, പ്രണയവും സർഗാത്മകതയും വർദ്ധിക്കും, അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉത്രം, ബന്ധങ്ങൾ ദൃഢമാകും, പങ്കാളിത്വം ഗുണം ചെയ്യും. അത്തം, കഴിവുകൾ തെളിയിക്കാൻ അവസരം ലഭിക്കും, സമയം പാഴാക്കരുത്. ചിത്തിര, അംഗീകാരം ലഭിക്കും, ഈഗോ ഒഴിവാക്കുക. ചോതി, സ്വാതന്ത്ര്യം ആഗ്രഹിക്കും, ഉത്തരവാദിത്വങ്ങൾ മറക്കരുത്. വിശാഖം, നിശ്ചയദാർഢ്യം വിജയം നൽകും, ക്ഷമയില്ലാത്ത പ്രകൃതം ഒഴിവാക്കുക. അനിഴം, സുഹൃത്തുക്കളിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ സഹായം ലഭിക്കും. തൃക്കേട്ട, തർക്കങ്ങൾക്ക് സാധ്യത, നയപരമായി പെരുമാറുക. മൂലം, മാറ്റങ്ങളുടെ തുടക്കം, സത്യസന്ധത പ്രധാനം. പൂരാടം, പരിശ്രമത്തിലൂടെ വിജയം, വികാരങ്ങളെ മാനിക്കുക. ഉത്രാടം, ദീർഘകാല നേട്ടങ്ങൾക്ക് സാധ്യത, സ്ഥിരതയോടെ മുന്നേറുക. തിരുവോണം, പഠനത്തിനും ആശയവിനിമയത്തിനും നല്ല സമയം. അവിട്ടം, സാമ്പത്തിക നേട്ടം, കൂട്ടായ പ്രവർത്തനം ഗുണം ചെയ്യും. ചതയം, രോഗശമനവും ആശ്വാസവും ലഭിക്കും, സമാധാനം കാത്തുസൂക്ഷിക്കുക. പൂരുരുട്ടാതി, ആത്മീയ ചിന്തകൾ വർദ്ധിക്കും, തീവ്രമായ നിലപാടുകൾ ഒഴിവാക്കുക. ഉത്രട്ടാതി, ജീവിതത്തിൽ സ്ഥിരത വരും, കുടുംബകാര്യങ്ങൾ മെച്ചപ്പെടും. രേവതി, കാര്യങ്ങൾ പൂർത്തിയാക്കും, ദയയുള്ള പെരുമാറ്റം ഭാഗ്യം കൊണ്ടുവരും. ഈ സന്ദേശം നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ആഴ്ച നിങ്ങൾക്ക് വ്യക്തതയും സമാധാനവും പോസിറ്റീവ് എനർജിയും നൽകട്ടെ.